ഹലോ എവരി വൺ. ഇന്ന് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ചുണ്ടിന്റെയും മോണയുടെയൊക്കെ നിറം മാറി ഇരുണ്ട് വരുന്നതോ അല്ലെങ്കിൽ കറുത്ത് വരുന്നതോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ മോണയും ചുണ്ടും ഒക്കെ കറുത്ത് വരുന്നതെന്നും അങ്ങനെ കറുത്ത കളർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ ചുണ്ടിനും മോണയ്ക്കും ഒക്കെ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ നിങ്ങളുടെ പാരമ്പര്യമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മോണയോ ചുണ്ടോ ഒക്കെ കറുത്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവരുടെ അടുത്ത ജനറേഷനിലേക്കും അത് പാസ് ചെയ്യാൻ കാരണമായേക്കാം. അടുത്ത ജനറേഷൻ മാത്രമല്ല, എല്ലാ ജനറേഷനിലേക്കും അത് ജനറ്റിക്കലി പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയാൻ പറ്റുക കോസ്മെറ്റിക് ഐറ്റംസിന്റെ അമിതമായ ഉപയോഗം. ലെഡ് പോലെയുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഗ്രാജുവലി ബ്ലഡിലേക്ക് കലർന്ന് പിന്നീട് നിങ്ങളുടെ മോണയിലും ചുണ്ടിലൊക്കെ കളർ ചേഞ്ച് വരുത്താൻ കാരണമാകും. നെക്സ്റ്റ് റീസൺ ആയിട്ട് ടൂത്ത് പേസ്റ്റ് പറയാം. ഇപ്പോൾ പല രീതിയിലുള്ള ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരം ടൂത്ത് പേസ്റ്റുകളിലും ചില കെമിക്കൽസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് കാരണവും മോണയും ചുണ്ടും ഒക്കെ ഇരുണ്ട് വരാറുണ്ട്. അടുത്ത റീസൺ ആയിട്ട് പറയാൻ സാധിക്കാം മെലാനിൻ പിഗ്മെന്റേഷൻ ആണ്. മെലാനിൻ എന്ന ഒരു പിഗ്മെന്റ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഈ മെലാനിൻ ആണ് നമ്മുടെ മുടിക്കും ചുണ്ടിനും മോണയ്ക്കൊക്കെ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മെലാനിൻ ചില ആളുകളിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ അമിതമായിട്ട് മെലാനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിലും ഇങ്ങനെ മോണയും ചുണ്ടും ഒക്കെ കറുത്തിരിക്കും. ഇനി അടുത്തൊരു റീസൺ ചില മെഡിസിൻസ് ആണ്. ചില മെഡിസിൻസ് റെഗുലർ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ മോണയും ചുണ്ടും ഒക്കെ കറുത്ത് വരാറുണ്ട്. ഇനി അടുത്ത റീസൺ ചില കണ്ടാമിനേറ്റഡ് വാട്ടർ, നമ്മുടെ ജലസ്രോതസ് കണ്ടാമിനേറ്റഡ് ആണ്, അതിൽ ലെഡിന്റെയും മെർക്കുറിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഇങ്ങനെ മോണയും ചുണ്ടും കറുത്ത് വരും. നെക്സ്റ്റ് റീസൺ ക്യാൻസർ ആണ്. ചില ക്യാൻസർ കാരണം മോണയിൽ കളർ ചേഞ്ച് വന്നേക്കാം. അടുത്ത റീസൺ ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഹോർമോൺസ് ഇംബാലൻസ് ആയി കഴിയുകയാണെങ്കിലും മോണയും ചുണ്ടും ഒക്കെ കറുത്ത് വരാറുണ്ട്. സ്കിന്നും അതുപോലെ കറുത്ത് വരാറുണ്ട്. ചിലർക്ക് പല്ലിന് കമ്പി ഇട്ടതിന് ശേഷവും ഇങ്ങനെ പിഗ്മെന്റേഷൻ കണ്ടുവരാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് നോക്കാം. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ലേസർ ട്രീറ്റ്മെന്റ് ആണ്. ഒരു ലേസർ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ട് ലോക്കൽ അനസ്തേഷ്യ നൽകിക്കൊണ്ട് പെയിൻലെസ്സും ബ്ലഡ്ലെസ്സും ആയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് വേദനയും ഉണ്ടാവില്ല, മാത്രമല്ല ബ്ലീഡിങ്ങും ഉണ്ടാവില്ല. അങ്ങനെ വളരെ ഈസി ആയിട്ട് ലേസർ ഉപയോഗിച്ചുകൊണ്ട് ഡീപ് പിഗ്മെന്റേഷൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജിഞ്ചവൽ ഡീപ് പിഗ്മെന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു 5 to 7 ഡേയ്സിലേക്ക് ചെറിയ രീതിയിലുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അതായത് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്, ചൂടുള്ള ആഹാരം കഴിക്കരുത്, പുളിപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒരു 5 ഡേയ്സ് കൊണ്ട് തന്നെ എല്ലാം ഹീൽ ആവുകയും 7 ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മോണ കൂടുതൽ ബ്ലാക്കിഷ് കളറിൽ നിന്ന് മാറി റെഡിഷ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ലേസർ ട്രീറ്റ്മെന്റ് പെയിൻലെസ്സും ആണ്, മാത്രമല്ല ബ്ലഡ്ലെസ്സും ആണ്. അടുത്തൊരു ചികിത്സാ രീതിയാണ് സ്കാൽപ്പൽ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് പീൽ ഓഫ് ചെയ്യുന്നത്. പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പെയിൻ ഉണ്ടാകും. അതിനുള്ള പെയിൻ കില്ലറൊക്കെ കഴിക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടാവില്ല. അത് മാത്രമല്ല പിന്നീട് അത് ഗ്രാജുവലി ഹീലായിട്ട് വരും. ഇതും ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നല്ല റിസൾട്ട് വരാറുണ്ട്. ഇനി അടുത്തൊരു ട്രീറ്റ്മെന്റ് ആണ് ബർ മെത്തേഡ്. ബർ ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഡയമണ്ട് ബർ ഉപയോഗിച്ചിട്ട് സ്ക്രേപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് കളറുള്ള ജിഞ്ചൈവൽ ടിഷ്യൂ റിമൂവ് ചെയ്യുന്നതാണ് ഈ ബർ ടെക്നിക്ക്. ഇലക്ട്രോ കോട്ടറി, ജിഞ്ചൈവൽ അബ്രസീവ് ടെക്നിക്സ്, ഇങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ബട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും ബെസ്റ്റ് ആയിട്ടുള്ളതും ഇന്ന് ലേസർ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇങ്ങനെ ഡീപ് പിഗ്മെന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പിഗ്മെന്റേഷൻ വന്നതെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ കാരണം ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുകയാണ്, റൂട്ട് കോസ് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങനെ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ ജനറ്റിക്കലി ഉള്ള പിഗ്മെന്റേഷൻ ആണെങ്കിൽ ഒരു ലിമിറ്റ് വരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഫുള്ളി ബ്ലാക്ക് കളറിൽ നിന്ന് ഫുള്ളി റെഡ് കളറായിട്ട് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ രീതിയിലുള്ള മാറ്റം മാത്രമേ വരുത്താൻ പറ്റുള്ളൂ. കാരണം അത് ജനറ്റിക്കലി നിങ്ങളുടെ ബോഡിയിൽ ഡിസൈൻഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരു 6 monthsോ 1 yearന്റെ ഇടയിലൊക്കെ വീണ്ടും റീട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത് വീണ്ടും റിവേഴ്സ് ആയിട്ട് വരും. ഐ ഹോപ്പ് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.